ഹലോ ഞാൻ അതിയാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാബുലസ് കിരൺ. ഇന്ന് നമ്മൾ ഒരു മാംഗോ പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. മാങ്ങയും പാലും പഞ്ചസാരയും കൂടെ മിക്സിയിലൊന്ന് നല്ലപോലെ പേസ്റ്റ് ആക്കി എടുക്കാം. അതൊന്ന് കുറച്ച് കുറുക്കിയെടുക്കുക. അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ മിക്സും കൂടെ വെച്ച് ഒന്ന് കുറുക്കി സെറ്റ് ചെയ്തെടുക്കുന്നതാണ് മാംഗോ പുഡിംഗ്. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മാംഗോ പുഡിംഗ് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് മാങ്ങ തൊലി കളഞ്ഞ് ഒന്ന് അരിഞ്ഞെടുക്കാം. ഒരു കവർ പാലിലുള്ള പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊരു മാങ്ങയുടെ ആവശ്യമേ ഉള്ളൂ. ഞാനൊരു വീഡിയോക്ക് ഒരു ഗുമ്മിനായിട്ട് എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു വലിയ മാങ്ങയായിരുന്നല്ലോ. ഈ ഒരു മാങ്ങ നമുക്ക് മാങ്ങയും പാലും പഞ്ചസാരയും കൂടെ മിക്സിയിൽ അടിച്ചെടുക്കാം. കുറച്ച് മാങ്ങ ഡെക്കറേഷന് വേണ്ടിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു. ഒരു കവർ പാല് ഇതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടാം. അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ പാലും മാംഗോയും കൂടെ മിക്സിയിൽ അടിച്ചെടുക്കാം. പേസ്റ്റ് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിക്കാം. എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടില്ല നല്ലപോലെ ചൂടാക്കി ഒരു ബബിൾസ് വരുന്ന വരെ നമുക്കിതങ്ങ് ചൂടാക്കാം. തിളപ്പിച്ചെടുക്കണം. ചെറിയ ബബിൾസ് ഒക്കെ വരാൻ തുടങ്ങി ഈ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കോൺഫ്ലവറും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കാം. ഒരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാണ്. കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കാം. തീ കൂട്ടി വെച്ച് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുത്ത് നമുക്കൊന്നും കൂടെ കുറുക്കിയെടുക്കാം. നല്ലപോലെ ബബിൾസ് വരാൻ തുടങ്ങി. ഇത് വന്നാലേ നമുക്കത് സെറ്റായി കിട്ടത്തുള്ളൂ. ബബിൾസ് വരുന്ന കാണാനുണ്ടല്ലോ. അപ്പം നമുക്കൊരു ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബൗളിലോട്ട് ഒഴിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ബൗളിൽ ഒഴിച്ച് ഇത് സെറ്റ് ചെയ്തെടുക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 മണിക്കൂർ വെച്ച് തണുപ്പിച്ച് സെറ്റ് ചെയ്തെടുക്കാം. വലിയ ബൗളിലൊക്കെ പാത്രത്തിലൊക്കെ ഒഴിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ നേരം എടുക്കും അതൊന്ന് സെറ്റായി വരാനായിട്ട്. ഇത് ചെറിയ പാത്രമായതുകൊണ്ട് നമുക്ക് ചെറിയ ബൗളായതുകൊണ്ട് പെട്ടെന്ന് സെറ്റായി വരും. അപ്പോൾ അതിനുശേഷം ഒന്ന് സെറ്റ് ആയതിനു ശേഷം നമുക്ക് ഈ മാങ്ങ അരിഞ്ഞത് അതിൻ്റെ പുറത്തോട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് നാളെ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പം ഞാനിത് തണുപ്പിക്കാൻ വെച്ചിട്ട് നമുക്ക് കാണാം. പുഡിങ് സെറ്റായത് എത്രത്തോളം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്പൂൺ കൊണ്ട് സൈഡൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഒരു പാത്രത്തിലോട്ട് തട്ടിയിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് മാങ്ങയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. മറ്റേത് ബൗളിൽ തന്നെ കുറച്ച് മാങ്ങയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. അങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ പുഡിങ് ഇവിടെ റെഡി ആയിക്കാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. തുടർന്നും നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും. ഇറ്റ്സ് ബൈ ഫ്രം ആദ്യ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.